സ്റ്റുഡൻസ്, എല്ലാവർക്കും ഹാപ്പി സ്കൂൾ ബൈ ഐഫറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താ? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ആരാണ്? ഹാർട്ട്. ആരാണ്? ഹാർട്ട്. ഓക്കെ. അപ്പം ഈ ഹാർട്ട് എന്ന് പറയുന്നത് എന്താ? ഇന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്താ വർക്കിങ്ങും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? സ്ട്രക്ചറും അതുപോലെ തന്നെ വർക്കിങ്ങും ആണ് എന്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഓക്കെ. അപ്പം ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഹാർട്ടിൻ്റെ മെയിൻ എന്ത് സ്ട്രക്ചർ അഥവാ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ. കാണുമ്പം കുറേ ഉള്ള പോലെ തോന്നും, പക്ഷെ എന്താ സിമ്പിളാട്ടോ. അപ്പം നമുക്കറിയാം നമ്മുടെ ഹാർട്ടിൽ എന്താ 4 ചേമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയാലോ? റൈറ്റ് ഏട്രിയം. ഒരു വാക്ക് പഠിച്ചോ? ഏട്രിയം എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചോ? റൈറ്റിലുണ്ടെങ്കിൽ എന്താ? ഓഫ് കോഴ്സ് ലെഫ്റ്റിലുണ്ടാവും അല്ലേ? അപ്പം റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം. സിമ്പിൾ അല്ലേ? അടുത്തൊരു ടേമാണ് എന്ത്? വെൻട്രിക്കിൾ. ഓക്കെ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ടാവും? ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ടാവും അല്ലേ? അപ്പം 4 പാർട്സ് ഇപ്പം തന്നെ പഠിച്ചില്ലേ? ഏതൊക്കെയാ? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? സുപ്പീരിയർ വീന കാവ. ആരാണ്? സുപ്പീരിയർ വീന കാവ. നെക്സ്റ്റ് വൺ ഇൻഫീരിയർ വീന കാവ. ആരാണ്? സുപ്പീരിയർ വീന കാവ ഉണ്ട്, ഇൻഫീരിയർ വീന കാവ ഉണ്ട്. അടുത്തതാണ് എന്ത്? ട്രൈകാസ്പിഡ് വാൾ. എന്താണ്? ട്രൈകാസ്പിഡ് വാൾ. അത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? ബൈകാസ്പിഡ് വാൾ. ഏതാണ്? ബൈകാസ്പിഡ് വാൾ. പിന്നെ വരുന്നതാണ് പൾമണറി ആർട്ടറി. ആരാണ്? പൾമണറി ആർട്ടറി. നെക്സ്റ്റ് ആണ് എന്ത്? പൾമണറി വെയിൻ. ഏതാണ്? പൾമണറി വെയിൻ. അടുത്തതാണ് എന്ത്? അയോട്ട. ഏതാണ്? അയോട്ട. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഹാർട്ടിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, ട്രൈകസ്പിഡ് വാൽ, ബൈകസ്പിഡ് വാൽ, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, അതുപോലെ തന്നെ അയോട്ട. ഓക്കെ. അപ്പം ഈ പാർട്സിൻ്റെ നെയിംസ് എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും റിമെമ്പർ ചെയ്ത് വെക്കണം, ഓർക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്കിംഗ് പഠിക്കാൻ പറ്റൂല. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ നമ്മൾ പാർട്സ് ഏതൊക്കെയാന്ന് നോക്കി. നമുക്കത് സ്ട്രക്ചർ വൈസ് നോക്കിയാലോ? ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ ആളാരാദ്യം? റൈറ്റ് ഏട്രിയം. ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം. ഓക്കെ. ഈ ഒരു റീജിയനാണ് എന്ത്? നമ്മുടെ റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. നമുക്ക് റൈറ്റ് വെൻട്രിക്കിളോ? അപ്പം നേരെ അതിൻ്റെ താഴെ ആയിരിക്കില്ലേ? ഇതാണ് എന്ത്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം. ഏതാണ്? ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ. അപ്പോൾ ഇത് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് ഏട്രിയം. അപ്പോൾ ഇതാരായിരിക്കും? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. 4 ചേമ്പേഴ്സ് എവിടേക്കാന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിച്ചേതായിരുന്നു? സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ. ഈ ഒരാളെ കണ്ടോ? ഇതാണ് ആര്? നമ്മുടെ സുപ്പീരിയർ വീന കാവ. ആര്? നമ്മുടെ സുപ്പീരിയർ വീന കാവ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു റീജിയനാണ്. ഇയാൾ സുപ്പീരിയർ വീന കാവ ആവാൻ കാരണം എന്താ? ആള് കുറച്ച് മുകളിലാണ് അല്ലേ? സുപ്പീരിയർ ആണ്. അതുകൊണ്ടാണ് എന്ത്? ആള് സുപ്പീരിയർ വീന കാവ ആയത്. അപ്പം ഇയാൾ കുറച്ച് അടിയിലായിപ്പോയി അല്ലേ? അതുകൊണ്ടാണ് എന്ത്? ഇയാൾ ഇൻഫീരിയർ വീന കാവയായിട്ട് മാറിയത്. ഓക്കെ. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ എത്ര എണ്ണം പഠിച്ചു? ഇവിടെയാണ് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് സുപ്പീരിയർ വീന കാവ, ഇത് ഇൻഫീരിയർ വീന കാവ. ഇനിയുള്ളത് ആരാണ്? നമ്മുടെ വാൽവുകളാണ് അല്ലേ? ഇതാണ് എന്ത്? നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് എന്ത്?
നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ്. ഇവിടെ ഒരു വാൽവ് പോലെ ഉണ്ടോ? ഇതാണ് എന്ത് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ബൈകസ്പിഡ് വാൽവ്. പിന്നെ ഇതാണ് എന്ത് നമ്മുടെ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ഏതാണ്? പൾമണറി ആർട്ടറി. ഓക്കെ, ഇനി ഈ ഒരു നീല റീജിയൻ കണ്ടോ? ഇതാണ് എന്ത് നമ്മുടെ പൾമണറി വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു യെല്ലോ റീജിയൻ കണ്ടോ? യെസ്, ഇതാണ് എന്ത് നമ്മുടെ അയോട്ട. ക്ലിയർ ആയോ? അപ്പോൾ ഏതൊക്കെയാ റീജിയൻ നോക്കിയേ? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ. ഈ ഒരു വാൽവാണ് ട്രൈകസ്പിഡ്. ഇത് ബൈകസ്പിഡ്, ഇത് പൾമണറി വെയിന്, പൾമണറി ആർട്ടറി, അയോട്ട. ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്താണ് ഇതൊന്നുകൂടെ കാണിച്ചതാണ്. ഓക്കെ, ഇനി ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഹാർട്ട് അഥവാ ഹൃദയം. ഈ ഹാർട്ടിന് എത്ര ചേംബർ ഉണ്ട് എന്നാ പറഞ്ഞേ? 4 ചേംബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? കണ്ടില്ലേ? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി അപ്പോൾ നമ്മൾ പാർട്സ് എങ്ങനെയാണെന്ന് പഠിച്ചു. പാർട്സ് അറിയെങ്കിൽ നമുക്ക് എന്താ ഇതിൻ്റെ വർക്കിങ്ങും ഭയങ്കര സിമ്പിളാണ്. നോക്കിയാലോ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവില്ലേ, ഇതിന്ന് എന്ത് ചെയ്യും? ബ്ലഡ് എവിടെ എത്തും? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ഈ എത്തുന്ന ബ്ലഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ആയിരിക്കും. ഏത് ബ്ലഡ് ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ആയിരിക്കും. അതാണ് എന്ത്? ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ റൈറ്റ് ഏട്രിയത്തിൽ എത്തിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഈ ഒരു വാൽവ് ഏതായിരുന്നു? നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് വഴി എങ്ങോട്ടെത്തും? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. എവിടെ എത്തും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഇതുവരെ ക്ലിയർ ആയില്ല? അപ്പോൾ ഇതുവരെ എന്താണ് ഇത്? യെസ്, ഇതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഓക്സിജനേറ്റഡ് ആക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പൾമണറി ആര് വഴിയാണ് പോവുക? പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യും? ഇത് ലങ്സിലേക്ക് പോകും. എന്തിനു വേണ്ടിയാണ് ലങ്സിൽ പോകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡിനെ എന്ത് ചെയ്യാനാണ്? ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡാക്കി മാറ്റാൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡാക്കി മാറ്റാൻ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് നേരെ ഈ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും. ക്ലിയർ ആയ? അപ്പോൾ ആദ്യം നമ്മുടെ സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവേന്ന് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. അവിടുന്ന് ട്രൈകസ്പിഡ് വാൽവ് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നേരെ ഇവിടുന്ന് പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ? നമ്മുടെ ലങ്സിൽ എത്തിയാൽ മതിയോ? ലങ്സിൽ നിന്ന് ആളെന്ത് ചെയ്യണം? തിരിച്ചു വരണം അല്ലേ? ഓക്കെ, തിരിച്ചു വരണം. അപ്പം ഇവിടെ ഇപ്പോൾ ലങ്സാന്ന് വിചാരിക്കുക. ഈ ലങ്സിൽ നിന്ന് ആളെന്ത് ചെയ്യണം? അങ്ങോട്ട് തിരിച്ചു വരണം അല്ലേ? അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ എന്ത് നോക്കണം? ഓക്കെ, ലങ്സിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? അങ്ങനെ ലങ്സിൽ നിന്ന് ആളിങ്ങനെ തിരിച്ചു വരിക. ഏത് വഴിയാണ് വരുന്നത്? യെസ്, നമ്മുടെ പൾമണറി വെയിന് വഴിയാണ്. ഏത് വഴിയാണ്? പൾമണറി വെയിൻ. അതായത് നമ്മുടെ ഓക്സിജൻ കൂടിയ ബ്ലഡ് എങ്ങോട്ടെത്തും? നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു വരിക. ഏത് വഴിയാ? പൾമണറി വെയിന് വഴി. എങ്ങോട്ടാ കയറുന്നത്? നേരെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓക്സിജൻ ക്യാരിങ് ബ്ലഡ് ലങ്സിൽ നിന്ന് എങ്ങോട്ടെത്തും? യെസ്, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ഏത് വഴിയാണ്? നമ്മുടെ പൾമണറി വെയിന് വഴി കയറും. ഓക്കെ, അങ്ങനെ കയറിക്കഴിഞ്ഞ് ഇവിടുന്ന് ആളെന്ത് ചെയ്യണം? ഇവിടെ എത്തണം അല്ലേ? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തണം. അപ്പോൾ ഇവിടെയുള്ള വാൽവ് ഏതായിരുന്നു? യെസ്, നമ്മുടെ ബൈകസ്പിഡ് വാൽവ് വഴി ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും? നമ്മുടെ
ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. എവിടെ എത്തും? ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിയാൽ മതിയോ? നമുക്ക് തിരിച്ചത് ബോഡിയിലേക്ക് എത്തിക്കണ്ടേ. അപ്പം അത് ബോഡിയിലേക്ക് പോണ വഴിയാണ് ഏത്? നമ്മുടെ അയോട്ട. ഏതാണ്? അയോട്ട. ഓക്കെ, ഏതാണ്? അയോട്ട. അപ്പം ഏതാണ്? ഓക്സിജൻ പൾമണറി വെയിന് വഴി കയറുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു, ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്നു? അയോട്ട വഴി നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡിയെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? യെസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ ബ്ലഡ് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. അവിടുന്ന് ട്രൈകസ്പിഡ് വാൽവ് വഴിയാണ്. ട്രൈകസ്പിഡ് വാൽവ് വഴി എവിടെ എത്തുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. എന്നിട്ട് ഇവിടുന്ന് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? ലങ്സിലെത്തുന്നു. ലങ്സിലെത്തിയിട്ട് ഇത് ഓക്സിജനേറ്റഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ച് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറുക. ഏത് വഴിയാണ് കയറുന്നത്? നമ്മുടെ പൾമണറി വെയിന് വഴിയാണ് കയറുന്നത്. ഓക്കെ, അങ്ങനെ കയറിയിട്ട് നമ്മുടെ ബൈക്കസ്പിഡ് വാൽവ് വഴി എന്ത് ചെയ്യുന്നു? ആള് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണ്? യെസ്, ബോഡിയിലേക്ക് പോവുകയാണ്. എങ്ങനെ? അയോട്ട വഴി. ഏത് വഴിയാണ്? അയോട്ട വഴി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? നമ്മുടെ ഏതാണ് ഹാർട്ടിൻ്റെ പാർട്സും അതുപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതിൽ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.